മനുഷ്യൻ എന്തുകൊണ്ടല്ല മരിക്കുന്നത്? മനുഷ്യൻ മരിക്കുന്നത് ഈ പറയുന്ന പട്ടിണി കൊണ്ടല്ല, അധികമാകുന്നത് കൊണ്ട് അതിഭോജനം മരണകാരണമാകുന്നു എന്ന് പറയുകയാണ് ഈ മന്ത്രത്തിൽ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമിതമായ ഭക്ഷണം അമിതമായ ദുരിതത്തിലേക്ക് നയിക്കുകയും രോഗമുണ്ടാവുകയും സുഖം നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവനവൻ എപ്പോഴും ആദ്യം തന്നെ നമ്മൾ അഗ്നിഹോത്രാദി യജ്ഞങ്ങൾ കൊണ്ട് പ്രകൃതിക്ക് കൊടുക്കാനുള്ള, പ്രകൃതിയിലെ ദേവതകൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നു, മാതാവിനും പിതാവിനും ആചാര്യനും കൊടുക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. അതോടൊപ്പം നമുക്ക് ദാനം ചെയ്യുന്നതിന് വേണ്ടി ഒരു കൃത്യമായ ഭാഗം മാറ്റിവെച്ചുകൊണ്ട് അവരത് കൊടുക്കുകയും ചെയ്യുന്നു. പ്രണീയാദിന്നാഥമാനായ തവ്യാന്ത്രാഘീയാം സമനുപശ്യത പന്ഥാം ആഹി വർത്തന്തേ രഥ്യേവ ചക്രാന്യമന്യമുപതിഷ്ഠന്തിരായ എന്നൊരു മന്ത്രം ഋഗ്വേദത്തിലുണ്ട്. പ്രണീയാദിന്നാഥമാനായ തവ്യാന്ത്രാഘീയാം സമനുപശ്യത പന്ഥാം ആഹി വർത്തന്തേ രഥ്യേവ ചക്രാന്യമന്യമുപതിഷ്ഠന്തിരായ. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ 117-ാമത്തെ സൂക്തത്തിൽ 5-ാമത്തെ മന്ത്രം വരികയാണ്. ധനധാന്യ സമ്പന്നമാരായിട്ടുള്ളവർ സഹായം ആവശ്യമുള്ളവരെ നിശ്ചയമായും സഹായിച്ചിരിക്കണം. സങ്കടങ്ങളും കഷ്ടങ്ങളും വ്യക്തികളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുൻകൂട്ടി തന്നെ ദാനം നൽകണം എന്ന് പറയുകയാണ് ഇവിടെ. ധനവും സമ്പത്തും വാഹനത്തിലെ ചക്രങ്ങളെ പോലെ വന്നും പോയും ഇരിക്കുമെന്ന് മനസ്സിലാക്കുക. ഒരു മന്ത്രത്തെ കുറിച്ചിട്ട് മനനം ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, തേന തെക്തേന എന്ന 2 വാക്കുകളിൽ ഒരു മഹാസമുദ്രത്തെ തന്നെ ഒരു കുടത്തിൽ അടച്ചു വെച്ചതുപോലെ വെച്ചിട്ടുണ്ട് നിരവധി അർത്ഥങ്ങൾ. അങ്ങനെയാകുമ്പോൾ വേദമന്ത്രങ്ങൾ ഓരോന്നിനും എത്ര അർത്ഥമുണ്ടാവും. ആ അർത്ഥത്തെ കൃത്യമായി മനന ലോകത്തേക്ക് കടന്നു ചെന്ന് കൂടുതൽ മനനം ചെയ്ത് ആത്മചൈതന്യത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കണം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.